പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മാനസ തിരികെ വന്നതിനെ തുടർന്ന് കൺമണിയാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ്. ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല കൺമണി. ഇതോടെ ഇനി എന്ത് ചെയ്യുമെന്ന ചോദ്യം മുൻപിൽ ബാക്കിയാവുകയാണ്. ഉടൻ തന്നെ കൃഷിനെ ചെന്ന് കാണുകയാണ് കൺമണി. മാനസ തന്നെ കാണാൻ വന്നിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞതിനെ തുടർന്ന് കാര്യങ്ങൾ സംസാരിക്കുന്നതിന് തയ്യാറാവുകയാണ് കൃഷ്. അവളെ ഞാനും കണ്ടിരുന്നു. പക്ഷേ അവൾ വിചാരിക്കുന്നത് പോലെ ഒന്നും കാര്യങ്ങൾ നടക്കില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് എൻ്റെതായ തീരുമാനങ്ങളുണ്ട്. അതിനനുസരിച്ച് മാത്രമേ ഞാൻ മുന്നിലേക്ക് പോകൂ. കൃഷ് സാർ, അപ്പോൾ വിവാഹത്തിൻ്റെ കാര്യം അതെന്താണ് ചെയ്യുക? കൺമണി, നീ പേടിക്കാതിരിക്കെ. ഞാൻ എന്തായാലും അച്ഛനോട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ആൻറ്റിയമ്മയെ മാത്രമാണ് എനിക്ക് പേടി. ആൻറ്റിയമ്മ എന്തൊക്കെയോ മനസ്സിൽ കണ്ടിട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ നീക്കുന്നത്. മാത്രവുമല്ല, ഇപ്പോൾ ഏറ്റവും കൂടുതൽ അവളെ സപ്പോർട്ട് ചെയ്യുന്നതും ആൻറ്റിയമ്മയാണ്. അതുകൊണ്ട് തന്നെ ആൻറ്റിയമ്മയെ നമ്മുടെ വരുതിയിലേക്ക് കൊണ്ടുവരണം. എന്നാൽ മാത്രമാണ് കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ആൻറ്റിയമ്മയെ അങ്ങനെ കൊണ്ടുവരാൻ സാധിക്കുമോ സാർ? ആൻറ്റിയമ്മ എന്നും എനിക്ക് എതിരായിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്. ഒരിക്കൽ പോലും എന്നോട് സ്നേഹത്തോടെ സംസാരിക്കാൻ തയ്യാറായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതൊന്നും സാരമില്ല, നമുക്ക് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാം കൺമണി. നീ ധൈര്യമായിരിക്കെ. ഞാനില്ലേ കൂടെ. കാര്യങ്ങൾ നമുക്ക് മാനേജ് ചെയ്യാവുന്നത് തന്നെയുള്ളൂ. അതുകൊണ്ട് യാതൊരു വിധത്തിലും നീ പേടിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഞാൻ നോക്കട്ടെ. ഇതേ സമയം മാനസയാകട്ടെ സാഗറിനെ ചെന്ന് കാണുകയാണ്. സാഗർ മാനസയെ കണ്ട് വളരെയധികം സന്തോഷിക്കുകയും, അല്ല, നീ എപ്പോ വന്നു? വല്ലാത്തൊരു സർപ്രൈസ് ആയി പോയി കേട്ടോ. ഇങ്ങനെയൊരു വരവ് ഞാനും പ്രതീക്ഷിച്ചതല്ല. എന്തായാലും കാര്യങ്ങൾ മുന്നിലേക്ക് പോകട്ടെ. അല്ല അങ്കിൾ, ഞാൻ മറ്റൊരു കാര്യം കൂടി സംസാരിക്കാനാണ് ഇപ്പോൾ ഇവിടേക്ക് വന്നത്. അതെന്താ? നീ പറ മോളെ. അല്ല, എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും പറയുന്നത് ഇനിയും ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നത് എന്തിനാണ് എന്നാണ്. വിവാഹം നടത്തിക്കൂടെ ഉടനെ തന്നെ? അതല്ലേ എല്ലാവർക്കും നല്ലത്. മോളെ, അത് ശരി തന്നെയാണ്. വെച്ച് താമസിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നത് കറക്റ്റാ. പക്ഷേ ഇപ്പോൾ നിനക്കറിയാമല്ലോ കൃഷിന്റെ സഹോദരിയുടെ അവസ്ഥ. അല്ലാങ്കൾ അവളുടെ അവസ്ഥ ഇപ്പോൾ മെച്ചപ്പെട്ടിട്ടില്ലേ? അതുകൊണ്ട് തന്നെ ഇനിയും കാത്തിരിക്കണോ എന്നാണ് എനിക്കും ചോദിക്കാനുള്ളത്. നമുക്ക് വേഗം തന്നെ ഈ വിവാഹം നടത്തുന്നതല്ലേ നല്ലത് അങ്കിൾ. ഞാൻ മറ്റൊന്നും കൊണ്ടും പറയുന്നതല്ല അങ്കിൾ. എനിക്ക് കൃഷിനെ ഇഷ്ടമായതുകൊണ്ട് മാത്രമാണ്. മോളെ, എനിക്കറിയാം നീ കൃഷിനെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഞാൻ ഇതേപ്പറ്റി സംസാരിക്കുന്നുണ്ട്. യാതൊരു വിധത്തിലും നീ അതുകൊണ്ട് പേടിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. നീ ധൈര്യമായിരിക്കെ. കാര്യങ്ങൾ നമുക്കൊരു പോംവഴിയിൽ കൊണ്ടുചെന്ന് എത്തിക്കാം. മനസ്സിലായോ? ഇത് കേട്ടതിനെ തുടർന്ന് മാനസയ്ക്ക് സന്തോഷമായിരിക്കുകയാണ്. എന്നാൽ സാഗറാകട്ടെ ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ നീക്കേണ്ടത് എന്ന് ആലോചിക്കുകയാണ്. പക്ഷേ ഇതിനിടയിലാണ് വരുണിന്റെ വീട്ടുകാർ വന്ന് വിവാഹത്തിന്റെ കാര്യം സംസാരിക്കുന്നത്. ഇതോടെ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് എല്ലാവരും. കാര്യങ്ങൾ വിചാരിച്ചതുപോലെ അല്ല. അതുകൊണ്ട് തന്നെ ഇനി എന്തു ചെയ്യും എന്ന് ആലോചിക്കുന്ന മനോജ് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. ധനലക്ഷ്മിയാകട്ടെ അത് കുഴപ്പമില്ല, വരുണിന്റെ വീട്ടുകാർ ഒരു മുഹൂർത്തം കുറിച്ചോളൂ, നമുക്ക് അതിനനുസരിച്ച് കാര്യങ്ങൾ നീക്കാവുന്നതേ ഉള്ളൂ. ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രശ്നവും ഇതിൻ്റെ പേരിൽ ഉണ്ടാവുകയില്ല. ഞങ്ങളും ഈ വിവാഹത്തിനായി കാത്തിരിക്കുക തന്നെയാണ്. ഇതോടെ ഈ കാര്യം അറിയാൻ ഇടയാകുന്ന
കൺമണിയാകട്ടെ ധനലക്ഷ്മിയെ ചെന്ന് കണ്ട് കാര്യങ്ങൾ സംസാരിക്കുകയാണ്. നിങ്ങൾ എന്തിന്റെ പേരിലാണ് ഉറപ്പ് നൽകിയത്? ഞാൻ വിവാഹത്തിന് സമ്മതിച്ചോ? ഇല്ലല്ലോ. നിങ്ങളല്ലേ ഇതിനെല്ലാം കാരണമായത്. അതുകൊണ്ട് ഇതിനൊരു പോംവഴി നിങ്ങൾ തന്നെ കണ്ടെത്തിയാൽ മതി. എന്ത്? എടി, നിനക്ക് വേണ്ടിയല്ലേടി ഇത്രയും കാര്യങ്ങൾ ആ ചെറുക്കൻ ചെയ്തത്? എന്നിട്ട് അവനെ വഞ്ചിക്കാമെന്നോ? അവനേക്കാൾ പൈസയുള്ള ഒരാളെ കണ്ടപ്പോൾ അയാളെ മതി അല്ലേടി നിനക്ക്? ദേ, മര്യാദയ്ക്ക് എന്നോട് സംസാരിക്കണം. നിങ്ങളുടെ ഭീഷണിയൊന്നും എൻ്റെ അടുത്ത് വേണ്ട. പറഞ്ഞില്ലെന്ന് വേണ്ട, അടിച്ച് മോന്ത തിരിക്കും. വരുണിന്റെ കാര്യത്തിൽ എന്ത് തീരുമാനമാണ് നിങ്ങൾ എടുക്കുന്നത് എന്നൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. എൻ്റെ ജീവിതം വെച്ച് കളിക്കാം എന്നാണ് നിങ്ങൾ കരുതിയിരിക്കുന്നത് എങ്കിൽ വിവരമറിയും. പറഞ്ഞില്ലെന്ന് വേണ്ട. ഇതോടെ ധനലക്ഷ്മിയാകെ പകച്ചു പോയിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.